നമസ്കാരം, ഞാൻ ദയാനന്ദൻ ഫോട്ടോ മീഡിയ. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കാം, അല്ലാത്തവർക്ക് മുല്ലപ്പെരിയാർ എന്ന് കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ പറയും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന്. അങ്ങനെ സംഭവിച്ചാൽ കേരളമില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സമീപ സംസ്ഥാനങ്ങൾ പിന്നെ വരാനിരിക്കുന്ന ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് ജപ്പാനിൽ നാഗസാക്കിയിലും ഹിരോഷിമയിലുമൊക്കെ ആറ്റം ബോംബുകൾ പൊട്ടിയപ്പോൾ പിന്നെ വന്ന കാലഘട്ടത്തിൽ രാസപദാർത്ഥങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള റേഡിയേഷൻ സംബന്ധിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും അതിൻ്റെ ദുരിതങ്ങളും, ക്യാൻസർ, അംഗവൈകല്യം, ഇതിനേക്കാൾ തലമുറകൾ പിന്നെ ഉണ്ടാവാത്ത വിധത്തിൽ, തലമുറകൾ പോലും അന്ത്യമാകുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ വരെ അതിൽ ഉണ്ടായിട്ടുണ്ട്. ഈ മുല്ലപ്പെരിയാർ വിസ്ഫോടനം നടന്നാൽ നമ്മുടെ ആകാശത്ത് അമിട്ട് പൊട്ടും പോലെ ശബ്ദമൊന്നും ചിലപ്പം കേൾക്കാനുള്ള സമയമൊന്നും കിട്ടിയെന്ന് വരില്ല. അതൊരു വരവ് വരും. അതിനുശേഷം കേരളമില്ല. അപ്പോൾ അന്യ സംസ്ഥാനങ്ങളിലുള്ളവർ വിചാരിക്കണ്ട, പിന്നെ ഉണ്ടാകുന്ന ദുരിതങ്ങൾ ഹിരോഷിമയിലും നാഗസാക്കിയിലും ഒക്കെ, അതല്ലെങ്കിൽ ജപ്പാനിലാകെ ഈ ആറ്റം ബോംബ് വീണപ്പോൾ അതിൻ്റെ റേഡിയേഷൻ അവിടെ മാത്രമല്ല അതിൻ്റെ അയൽ രാജ്യങ്ങളിലും വ്യാപിച്ചിരുന്നു. അതുപോലെ നമ്മളുടെ ഇവിടെ ഉണ്ടാകുന്നത് മുല്ലപ്പെരിയാർ സ്ഫോടനത്തിന് ശേഷം ഉണ്ടാകാൻ പോകുന്നത് ജൈവജന്യ രോഗങ്ങളും അതിനോടനുബന്ധിച്ചിട്ടുള്ള ദുരിതങ്ങളും ആയിരിക്കും. ഇത് അന്യ സംസ്ഥാനങ്ങളിലേക്കും അപ്പുറത്തേക്ക് ചിലപ്പം വ്യാപിക്കും. ഇത് കേരളത്തിന് സമീപ പ്രദേശത്തുള്ള സംസ്ഥാനങ്ങൾ പോലും കടന്ന് അപ്പുറത്തേക്ക് കൊടുങ്കാറ്റായി വീശിയടിക്കാം, ചിലപ്പോൾ പേമാരിയായി പെയ്തിറങ്ങാം. ആ ദുരിതം അനുഭവിക്കാൻ അവരൊക്കെ ഉണ്ടാവുള്ളൂ. കേരള ജനത എത്ര പേര് ഉണ്ടാവും എന്ന് പറയുവാൻ സാധ്യമല്ല. മുല്ലപ്പെരിയാർ ഡാം, അതിനെതിരെ പോരാട്ടം ശക്തമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സൂക്ഷ്മജീവികൾ മുതൽ നൂറ്റാണ്ടുകൾ തല ഉയർത്തി നിൽക്കുന്ന വൻ മരങ്ങളെ വരെ സൂക്ഷ്മ നിരീക്ഷണം ചെയ്ത പ്രകൃതി സ്നേഹിയും സാമൂഹിക പ്രവർത്തകനും അതിന് ഉപരി പരിസ്ഥിതി പ്രവർത്തകനുമായ മധു പി സാന്ത്വനം, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും അനുഭവങ്ങളും പഠനങ്ങളും ഈ മുല്ലപ്പെരിയാർ സമരം ശക്തമായി കൊണ്ടിരിക്കെ നഷ്ടമായ ആ അവസ്ഥകളെക്കുറിച്ച് നമ്മെ ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. ഇപ്പോൾ വയനാട് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഭീകരമായ ഒരു ഉരുൾപൊട്ടലാണ് അവിടെ നടന്നത്. എത്രയായ ആൾക്കാർ മരണപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് യഥാർത്ഥമായ കണക്ക് ഇല്ലാത്തൊരു സ്ഥിതിവിശേഷം സംജാതമായിരിക്കുകയാണ് ഇവിടെ. ഈ സന്ദർഭത്തിലാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ അപജയത്തെ സംബന്ധിച്ചുള്ള അവരുടെ പ്രവൃത്തി മുല്ലപ്പെരിയാർ ഡാമുമായി ബന്ധപ്പെട്ട് നമ്മൾ കണക്ട് ചെയ്ത് ചിന്തിക്കേണ്ട ഒരു അവസരമാണിത്. കാരണം മുല്ലപ്പെരിയാർ ഡാം ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇന്നേക്ക് 130 വർഷം തികയുകയാണ്. 50 വർഷത്തേക്കാണ് ഇതിൻ്റെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ്, 50 വർഷത്തെ ഗ്യാരണ്ടിയിലാണ് ഫെനികുക്ക് എന്ന എഞ്ചിനീയർ ഈ ഡാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. നിർമ്മിക്കുന്ന കാലയളവിൽ നിരവധി അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അനേകം ആൾക്കാർ മരണപ്പെട്ടിട്ടുണ്ട്. ദേശം മരണപ്പെട്ടതിന് കണക്കില്ല. രോഗം വന്ന് മരണപ്പെട്ടിട്ടുണ്ട്. മൃഗങ്ങളുടെ അറ്റാക്ക് പോലും നശിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡാമിൻ്റെ അടിയിൽപ്പെട്ട് മരണപ്പെട്ടവരുണ്ട്. അങ്ങനെയൊക്കെ നിരവധി ആൾക്കാർ മരണപ്പെട്ട ഒരു കാലഘട്ടമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം വീണ്ടും ഇച്ഛാശക്തിയോടുകൂടി തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം അവർ ആവശ്യകതയെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെനികുക്ക് എന്ന എഞ്ചിനീയറുടെ ഇച്ഛാശക്തി കൊണ്ടാണ് ആ മുല്ലപ്പെരിയാർ ഡാം പൂർത്തീകരിക്കാൻ ഇടയായത്. അത് 50 വർഷത്തേക്കാണ് ആ കാലാവധി വെച്ചിട്ടാണ് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ ഇൻസ്റ്റലേഷൻ പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ സ്ഥാപിതമായിട്ടുള്ളത് 50 വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടിയിട്ടാണ് അത് സ്ഥാപിക്കപ്പെട്ടത്. ആ കാലയളവിൽ തന്നെ 1887 ആരംഭിക്കുകയും 1895 അത് പണി പൂർത്തിയാക്കുകയും അത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുള്ള ആ കാലഘട്ടത്തിൽ അന്ന് ഒരു കരാറിൽ ഏർപ്പെട്ടത് 999 വർഷത്തേക്കാണ്. അന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ്
തിരുവിതാംകൂറുമായി കരാറിൽ ഏർപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ 999 വർഷമാണ്. 50 വർഷം ഡ്യൂറേഷനുള്ള അല്ലെങ്കിൽ കാലാവധിയോടുകൂടി ഫെനിക്ക് തന്നെ പറഞ്ഞിട്ടുള്ള 50 വർഷത്തെ ഗ്യാരണ്ടിയേ ഉള്ളൂ അല്ലെങ്കിൽ കാലാവധിയേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഡാം 999 വർഷത്തേക്ക് ബ്രിട്ടീഷ് സർക്കാർ പാട്ടത്തിന് കൊടുത്തു എന്നുള്ളത് വിചിത്രമായൊരു സംഭവമുണ്ട്. അതിൽ ചില സാങ്കേതികത്വങ്ങൾ പോസിറ്റീവായിട്ടുണ്ടെങ്കിൽ പോലും ഈ ഒരു അവസ്ഥ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു അവസ്ഥ ചിന്തനീയമായി തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അതിനുശേഷം 1947 ആയപ്പോഴേക്കും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ബ്രിട്ടീഷുകാരുടെ ഭരണം അവസാനിച്ചു. അതിനുശേഷവും തുടർന്ന് 1970 വീണ്ടും തുടർന്ന് വന്ന ജനകീയ സർക്കാർ കൊടുത്തത് എത്രയാണ്? 999 വർഷത്തേക്കാണ് വീണ്ടും അത് കരാർ പുതുക്കി കൊടുത്തത്. വിചിത്രമായ ഒരു സ്ഥിതിവിശേഷമാണ് അല്ലെങ്കിൽ സംജാതമായിട്ട് ഉണ്ടായത്. വിചിത്രമായിട്ടൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. അതിനുശേഷം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളും നിരവധി ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ഉരുൾപൊട്ടൽ 1979 മുതൽ 2011 വരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ 22 പരം ചെറുതും വലുതുമായ സാമാന്യം ഭേദപ്പെട്ട രീതിയിലുള്ള ഭൂചലനങ്ങൾ ആ പ്രദേശത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അത് കണക്കുകൾ സൂചിപ്പിക്കുന്ന വസ്തുതയാണ്. ഇതല്ലാതെ തന്നെ നിരവധി ഭൂചലനങ്ങൾ അറിയപ്പെടാതെ തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തെ സംബന്ധിച്ചിടത്തോളം, വെസ്റ്റേൺ ഘട്ടനെ സംബന്ധിച്ചിടത്തോളം, പശ്ചിമഘട്ട മേഖലയെ സംബന്ധിച്ചിടത്തോളം. ഈ അവസരത്തിലാണ് മുല്ലപ്പെരിയാറിൻ്റെ അപകട സാധ്യതകളെക്കുറിച്ച് നമ്മൾ വിലയിരുത്തേണ്ടത്. ഇവിടുത്തെ ഭരണചക്രത്തിൽ തിരിക്കുന്നവർ ആശങ്കപ്പെടാനൊന്നുമില്ല എന്നൊക്കെ പറയുന്നു എങ്കിൽ തന്നെയും അത് നമുക്ക് വിശ്വസനീയമായി എടുക്കുവാൻ സാധ്യമല്ലാത്തൊരു അവസ്ഥ സംജാതമായിരിക്കുകയാണ്. നോക്കൂ, വയനാട്ടിലെ സംഭവം, മുണ്ടക്കയിലും അവിടെയൊക്കെ നടന്ന സംഭവത്തെക്കുറിച്ച് നമ്മൾ ആലോചിച്ച് നോക്കൂ. അതിനു മുമ്പ് അവിടെയും തന്നെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട്. ഇത്തരം ഉരുൾപൊട്ടൽ ഭീകരമായ അല്ലെങ്കിൽ ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു, ആൾക്കാർ മരണപ്പെടുന്നു. ആ മനുഷ്യനേക്കാളും അതിൻ്റെ എത്രയോ നൂറുകൾ കണക്കിന് ഇരട്ടി സ്പീഷീസ്, മൃഗങ്ങൾ, സസ്യജാലകങ്ങളെല്ലാം നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് അത് വളരെ ആത്യന്തികമായി തന്നെ നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ സൂചിപ്പിക്കുന്നൊരു വസ്തുത, പ്രകൃതിയെ സംരക്ഷിക്കുക, പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കുമ്പോൾ അതിന് ഒരു കരുതലുണ്ടാവുക, മാത്രമല്ല അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ കഴിയുന്നതും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചെയ്യാതിരിക്കുക, ഇതൊക്കെയാണ് സൂചിപ്പിക്കുന്ന വസ്തുത. ഇവിടെ ക്രമവും അച്ചടക്കവും ഇല്ലാതെയുള്ള പ്രകൃതി വിഭവങ്ങളുടെ ശേഖരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പണ്ട് ആദിവാസികൾ ആ പ്രദേശത്ത് താമസിച്ചിരുന്നു, ഇപ്പോഴും താമസിക്കുന്നുണ്ട്. പക്ഷെ അവർ ആ കാലഘട്ടത്തിൽ അവരെ പ്രകൃതി വിഭവങ്ങൾ ശേഖരിച്ചാണ് അവർ ജീവിച്ചിരുന്നത്. ആ ജീവിതക്രമത്തിൽ അത് പ്രകൃതിക്ക് ദോഷകരമല്ലാത്ത തരത്തിലാണ് അവർ പ്രകൃതി വിഭവങ്ങൾ ശേഖരിക്കാറുള്ളത്. പ്രകൃതി വിഭവങ്ങളെ അവർക്ക് ആവശ്യമുള്ളത് മാത്രമേ അവർ സ്വീകരിക്കാറുള്ളൂ. അനാവശ്യമായിട്ടുള്ള ഒരു ശേഖരണം അവർ നടത്താറില്ല. അതൊക്കെ കൊണ്ടാണ് അന്ന് പ്രകൃതിയെ യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് നിർത്തിക്കൊണ്ട് ഓരം ചേർന്ന് നിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന ശൈലിയും ജീവിതശൈലിയുമായിരുന്നു അവർ നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ പ്രധാനമായും മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് നമുക്ക് പരിശോധിക്കുമ്പോൾ വെള്ളം തമിഴ്നാടിന് കൊടുക്കണ്ടേ എന്ന് നമ്മൾ പറയുന്നുണ്ട്. വെള്ളം തമിഴ്നാടിന് കൊടുക്കണം, അത്യാവശ്യമാണ്. അത് ലീഗലായി ആണ് മുല്ലപ്പെരിയാർ ഡാമിലൂടെ ഇത് കൊണ്ടുപോകുന്നത്. ലീഗലായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 125 അടിക്ക് മുകളിൽ ഉള്ള വെള്ളമാണ് അവർ കൊണ്ടുപോകുന്നത്, ടണലിലൂടെ അവർ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി അവർ കൃഷി നടത്തുന്നു, ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്നു, അങ്ങനെ നിരവധി കാര്യങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ വാടക എന്ന് പറയുന്നത് തുച്ഛമായിട്ടുള്ള വാടകയാണ്. നേരത്തെ യഥാർത്ഥത്തിൽ ഒന്നറിയേണ്ട ഒരു വസ്തുത, മുല്ലപ്പെരിയാർ ഡാമുമായിട്ടുള്ളൊരു കരാറൊന്നും ബ്രിട്ടീഷുകാരും തിരുവിതാംകൂറും തമ്മിൽ എടുത്തിട്ടില്ല. മറിച്ച് 2000 ഹെക്ടർ സ്ഥലം വിട്ടുകൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മാത്രമേ നടന്നിട്ടുള്ളൂ എന്നതും അതാണ് കേരളം തമിഴ്നാടിന് വിട്ടുകൊടുത്തിട്ടുള്ളതും. ഡാമിൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊന്നും നടന്നതായിട്ട് രേഖകളിൽ കാണുന്നില്ല. ആ കാലഘട്ടത്തിൽ ആധുനികമായ ഒരു സയൻസും മറ്റു കാര്യങ്ങളും തന്നെ ഇല്ല. പിരമിഡിൻ്റെ ആകൃതിയിലാണ് ഇത് വെച്ചിട്ടുള്ളത്, ഗ്രാവിറ്റി ഡാമാണ് എന്ന് പറയപ്പെടുന്നു. എന്നാൽ തന്നെയും ഇതിൽ ഡാമിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് റിലയബിലിറ്റി സയൻസ് എന്നുള്ള ആ ഒരു സയൻസ് വിഭാഗത്തിലെ എക്സ്പെർട്ടുകൾ ഇത് പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആ കാലഘട്ടത്തിൽ പരിശോധിക്കപ്പെട്ടിട്ടില്ല, ഇപ്പോഴും പരിശോധിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ ഹൈഡ്രോളജിസ്റ്റുകളുടെ സേവനം വളരെ അത്യന്താപേക്ഷിതമാണ്. മുല്ലപ്പെരിയാർ ഡാമിൽ ബലക്ഷയം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെ പറ്റി പഠിക്കുന്നതിന് വേണ്ടി ഇവരെ ആരെയും വിളിച്ചിട്ടില്ല. ഇവിടെ റിലയബിലിറ്റി സയൻസുകാരെ വിളിച്ചിട്ടില്ല.
അതുപോലെ തന്നെ ഹൈഡ്രോളജിസ്റ്റുകളെ വിളിച്ചിട്ടില്ല, സിസോളജിസ്റ്റുകളെ വിളിച്ചിട്ടില്ല. സിസോളജിസ്റ്റുകളെ അത്യാവശ്യമായി വിളിക്കേണ്ടതായിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗ് മാത്രം കൊണ്ടാണ് ഈ ഡാം പൂർത്തിയായിരിക്കുന്നത്. സിവിൽ എഞ്ചിനീയേഴ്സിനെ കൊണ്ട് മാത്രം ഒരു ഡാം കംപ്ലീറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ അതിൻ്റെ ബലം എത്ര കണ്ട് കൂടുതലായിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ബലം കിട്ടും എന്നുള്ളതിന് സംശയമാണ്. ഇത് ലീഗലായിട്ട് പോകും. ഈ വെള്ളം ചോർത്തൽ എന്ന് പറയുന്നത് ലീഗലായിട്ട് പോകും. ഇത് ലീഗലല്ലാതെ നമ്മളുടെ വെസ്റ്റേൺ ഘട്ട പശ്ചിമഘട്ട മേഖലയിൽ നിന്നും, പശ്ചിമഘട്ട മേഖല എന്ന് വെച്ചാൽ കേരളവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നും നിരവധി സ്ഥലത്തു നിന്നും വെള്ളം അൺഒഫീഷ്യലായി രേഖകളില്ലാതെ അവർ വെള്ളം ചോർത്തുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കുന്നു. ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ നെയ്യാർ ഡാമിൽ ചൊക്കമ്പട്ടി ഭാഗത്ത്, ചൊക്കമ്പട്ടി മലയിൽ, അവിടെ തേവർമല എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. തേവർമല ഏറ്റവും വലിയ കൊടുമുടിയാണ്. തേവർമലയുടെ ഒരു സൈഡിൽ നിന്നാണ് നമ്മുടെ അച്ചൻകോവിൽ ആറിൻ്റെ ഉത്ഭവസ്ഥാനം അവിടെയാണ്. അവിടെ 1 കിലോമീറ്റർ നീളത്തിൽ വളരെ വലിയ വീതിയുള്ള 1 കിലോമീറ്റർ നീളത്തിലുള്ള ചാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ. തമിഴ്നാട്ടുകാർ ചാലുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ചാലിലൂടെയാണ് അത് വെള്ളം തമിഴ്നാട്ടിലേക്ക് കിടക്കുന്നു. അത് എന്നതിന് ശേഷം അത് ചൊക്കമ്പട്ടി ഡാം നിർമ്മിച്ചതിൻ്റെ ബേസ് എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ വെള്ളമാണ്. ആ ഡാം നിർമ്മിക്കപ്പെട്ട ആ ഡാമിലേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ അവർ സ്റ്റോർ ചെയ്താണ് അവിടെ ഡാം ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ടവാസൽ, കൊല്ലം അച്ചൻകോവിലിൻ്റെ കോട്ടവാസലിൻ്റെ ഭാഗത്ത് അവിടെ ഏറ്റവും ടോപ്പിൽ ട്രൈ ജംഗ്ഷൻ എന്നുള്ളൊരു പ്രത്യേക സ്ഥലമുണ്ട്. അവിടെ നിന്നും ഒരു ചാല് പോലെയുള്ള പ്രദേശമാണ്, ഒരു നിലം പോലെയുള്ള പ്രദേശമാണ്. അവിടെ നിന്നും വെള്ളം തമിഴ്നാട്ടിലേക്ക്, അതായത് മേക്കരയിലേക്ക് ചാടിച്ചിട്ട്, മേക്കര ഡാമിലെ വെള്ളം എന്ന് പറയുന്നത് കേരളത്തിലെ വെള്ളമാണ്. അതൊന്നും നിലവിൽ അൺഒഫീഷ്യലാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിലായാലും ശരി, അതുപോലെ തന്നെ വയനാടായാലും ശരി, വയനാടെന്ന് വെച്ചാൽ കിഴക്കോട്ട് 3 നദികൾ ഒഴുകുന്നുണ്ട്. ഉത്തമമായി തോടുകൾ സൃഷ്ടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലേക്ക് വെള്ളം അവർ കടത്തുന്നുണ്ട്. അത് അറിയപ്പെടേണ്ടതാണ്, അത് അറിയേണ്ടതാണ്, അതൊരു അന്വേഷണത്തിന് വിധേയമാക്കേണ്ടതുമാണ്. മാത്രമല്ല അത് കൊണ്ടുപോകുന്നതിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമൊന്നുമില്ല. കാരണം കൂടുതൽ വെള്ളവും മറ്റു കാര്യങ്ങളും സ്റ്റോക്കുകൾ കേരളത്തിലുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് വലിയ പ്രശ്നമായിട്ട് നമുക്ക് വരുത്താൻ പറ്റത്തില്ല. ഡാമിന് ബലക്ഷയമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് IIT റുഖേല, IIT ഡൽഹി, ഏഷ്യൻ ഡാം അതോറിറ്റി, UN അക്കാഡമി വിങ് ഇവരെല്ലാം ഏകകണ്ഠമായി പറയുന്നുണ്ട് ഡാമിൻ്റെ സുരക്ഷയ്ക്ക് ഭീഷണിയായിട്ട് സുരക്ഷ ഇല്ല. തീർച്ചയായും വളരെ കുറവാണ്, സുരക്ഷിതത്വം വളരെ കുറവാണ്, അതെപ്പോൾ വേണമെങ്കിലും പൊട്ടാം എന്ന നിഗമനത്തിലിരിക്കുന്നു. ആധികാരികമായി പറയേണ്ടതായിട്ടുള്ള എക്സ്പേർട്സുകളുണ്ട്. അവരെ ഈ ഡാം സൈറ്റിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അവരുടെ ഒരു ഒപ്പീനിയൻ എടുക്കാതെ, നേരത്തെ പറഞ്ഞതുപോലെ പ്രഗത്ഭരായിട്ടുള്ള സുപ്രീം കോടതിയിലും ഹൈക്കോർട്ടിലും ഒക്കെ ജോലി നോക്കിയിട്ടുള്ള ജഡ്ജികൾ, സുപ്രീം കോടതി ജഡ്ജികൾ, അതുപോലെ തന്നെ ഹൈക്കോടതി ജഡ്ജികൾ, അങ്ങനെയൊക്കെയുള്ള ജഡ്ജസിനെയാണ് ഇവിടെ ഈ ഡാമിൻ്റെ സുരക്ഷയെ സംബന്ധിച്ച് പഠിക്കുവാൻ നിയോഗിക്കപ്പെട്ടിട്ടുള്ളവർ ആണ്. ഇവിടെ അത് എത്ര കണ്ട് ഫലപ്രദമാണ്, അത് എത്ര കണ്ട് യാഥാർത്ഥ്യമുണ്ടാവും, അതിൽ സത്യസന്ധത എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഡാം സുരക്ഷയുമായി ബന്ധപ്പെട്ട് റിലയബിലിറ്റി സയൻസ് കൈകാര്യം ചെയ്യുന്ന നിരവധി ആൾക്കാരുണ്ട്. അതുപോലെ തന്നെ ഹൈഡ്രോളജിസ്റ്റുകളായിട്ടുള്ള ആൾക്കാർ, നിരവധി എക്സ്പെർട്സുകൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പുറം രാജ്യങ്ങൾ, കാനഡ പോലെയൊക്കെ ഉള്ള വലിയ ബയോഡൈവേഴ്സിറ്റി ടെക്നോളജിയിൽ ജോലി ചെയ്യുന്നവരുണ്ട്. അവരെ ക്ഷണിച്ചു വരുത്തി ഈ ഡാമിൻ്റെ ഒരു സുരക്ഷിതത്വത്തെ സംബന്ധിച്ച് ഒരു പരിശോധനയ്ക്ക് വിധേയമാക്കാത്തത് എന്തുകൊണ്ട്? അങ്ങനെ ഒരു ചോദ്യം കേരളീയരായിട്ടുള്ള നമുക്ക് വയ്ക്കാനുണ്ട്. ഇത് ഒരു സുരക്ഷയെ സംബന്ധിച്ച് അവർ ഭയപ്പെടുന്നു. സുരക്ഷയില്ലായ്മ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ആരൊക്കെയോ ഭയപ്പെടുന്നു. എന്തിനു വേണ്ടിയാണത് ഭയപ്പാടുണ്ടാകുന്നത്? ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവനെ പണയം വെച്ചുകൊണ്ട്, അല്ലെങ്കിൽ ജീവൻ്റെ സുരക്ഷ ഒരു പ്രശ്നമല്ലാത്ത രീതിയിൽ ചില ആൾക്കാർ ചിന്തിക്കുന്നു, ചില ആൾക്കാർ ആ രീതിയിൽ പ്രവർത്തിക്കുന്നു. ആവാം, രാഷ്ട്രീയക്കാരാവാം, അല്ലെങ്കിൽ മറ്റ് തരത്തിലുള്ള ആൾക്കാരാകാം. അതെന്തോ നമുക്ക് അതിനെക്കുറിച്ചൊന്നും ആധികാരികമായി തെളിയിക്കപ്പെട്ടിട്ടില്ല, നമുക്കറിയത്തില്ല. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ 6 ജില്ലകളിലോ 5 ജില്ലകൾ പ്രത്യക്ഷമായി തന്നെ നഷ്ടപ്പെടും എന്നുള്ളതാണ് കണക്കുകൂട്ടൽ പറയുന്നത്. പക്ഷേ 6 ജില്ലകളാണോ അല്ലെങ്കിൽ 5 ജില്ലകളാണോ നഷ്ടപ്പെടുന്നത്? കേരളം ആകെ തന്നെ വൈൻഡപ്പ് ആകാനുള്ള സാധ്യത അതിനകത്ത് കാണുന്നുണ്ട്. അതാണ് യാഥാർത്ഥ്യം. കൊച്ചിയിലേക്ക് വെള്ളം ഇടിച്ചിറങ്ങിക്കഴിഞ്ഞാൽ അവിടെ എന്താണ് ഇല്ലാത്തത്? ഓയിൽ റിഫൈനറി, അതുപോലെ തന്നെ കപ്പൽ നിർമ്മാണശാല, വ്യാവസായിക മേഖല എന്ന് പറയുന്നത് കൊച്ചിയാണ്. ആ വ്യാവസായിക മേഖല മുച്ചൂട് തകരുന്ന ഒരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ സ്ഥിതി എന്താണ്? പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ള വിഷയങ്ങളാണ് ഉണ്ടാകുന്നത്. പിന്നെ നമ്മൾ വീണ്ടും പരിശോധിക്കപ്പെടേണ്ടതെന്ന് വെച്ചാൽ ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. അദ്ദേഹം
ഇവിടെ പശ്ചിമഘട്ട മേഖലയിൽ വരികയും അദ്ദേഹം പശ്ചിമഘട്ടത്തിൻ്റെ ഒരു സൈഡിലാണ് അദ്ദേഹം താമസിക്കുന്നത്. അപ്പം ഈ പശ്ചിമഘട്ട മേഖലയെക്കുറിച്ച് സ്റ്റഡി നടത്തുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നിയോഗിക്കപ്പെടുകയും അദ്ദേഹം വന്ന് അത് പരിശോധന നടത്തുകയും ചെയ്തു. 13 അംഗ കമ്മിറ്റി, അദ്ദേഹം ഉൾപ്പെടെ 14 പേര് ആ കമ്മിറ്റിയാണ് അത് പഠനം നടത്തിയത്. ആ പഠനത്തിൽ നിന്നും ഒരു കുറ്റമറ്റ രീതിയിലാണ് ആ ഒരു പഠനം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ അത് ആ റിപ്പോർട്ടുകളൊന്നും പ്രാവർത്തികമാക്കിയിട്ടില്ല. ഇന്നേതുവരെ അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെൻറ് കേരള പോലും ഇത് മുഖവരിക്കെടുത്തിട്ടില്ല. അത് ചർച്ചയ്ക്ക് പോലും അത് വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ പശ്ചിമഘട്ടം ഇതെങ്ങനെ ഉണ്ടായി, എങ്ങനെ രൂപപ്പെട്ടു എന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ 9 കോടി വർഷങ്ങൾക്ക് മുമ്പ് മെഡഗാസ്റ്ററുമായി വേർപെട്ടാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യ ഭൂഖണ്ഡം വരുന്നത് വേർപെട്ട് ഇങ്ങനെ വരികയാണ്. ആ കാലഘട്ടത്തിൽ ഒരു വിസ്ഫോടനത്തിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ വന്ന് ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ ഇടിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അത് 9 കോടി വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്. അതിനുശേഷം 2 കോടി വർഷങ്ങൾക്ക് ശേഷമാണ് ഈ പശ്ചിമഘട്ട മേഖല, വെസ്റ്റേൺ ഗട്ട്സ് എന്ന് പറയുന്ന ഈ പശ്ചിമഘട്ട മേഖല അത് രൂപപ്പെട്ടു വരുന്നത് അതിൻ്റെ ഫലമായിട്ടാണ്. മെഡഗാസ്റ്റർ ദ്വീപിൽ നിന്നും വേർപെട്ടു പോയ ഇന്ത്യ ഏഷ്യ ഭൂഖണ്ഡത്തിൽ ഇടിച്ചു നിന്നതിൻ്റെ ഫലമായിട്ടാണ് രൂപപ്പെട്ടു വന്നതാണത്. ഏകദേശം 2 കോടി വർഷങ്ങൾക്ക് മുമ്പാണ് ചെറിയ ചെറിയ പുഷ്പിക്കാൻ തുടങ്ങിയിട്ടുള്ള സസ്യങ്ങളൊക്കെ വന്നത്. അത് അത്രയും വർഷങ്ങളെടുത്തു അത് ഒരു പശ്ചിമഘട്ട മേഖലയാകാൻ വേണ്ടി, ഒരു ബയോഡൈവേഴ്സിറ്റി, ഒരു ഹോട്ട്സ്പോട്ട് ആകാനായി 2 കോടി വർഷങ്ങളോളം എടുത്തു. സസ്യജാലങ്ങൾ നേരത്തെ വന്നു. അതിനുശേഷം ചെറിയ ചെറിയ മൃഗങ്ങളും ജീവജാലങ്ങളും മനുഷ്യനൊക്കെ വന്നത് BC കാലഘട്ടത്തിലാണ് അത് വരുന്നത്. ഏതാണ്ട് 4000-ത്തോളം ചെടികൾ അവിടെയുണ്ട്. വൃക്ഷങ്ങൾ, ചെറിയ വൃക്ഷങ്ങൾ, ഷെർബ്സ് എല്ലാം അവിടെയുണ്ട്. 4000-ത്തോളം ചെടികൾ, സെമി ആയിട്ടുള്ള എന്ന് വെച്ചാൽ വലിയ വൃക്ഷങ്ങളല്ല, സാധാരണയുള്ള വൃക്ഷങ്ങളുണ്ട്. അതുപോലെ തന്നെ 645-ത്തോളം വൻ വൃക്ഷങ്ങൾ, ഈട്ടി, എബണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള തേമ്പാവ്, അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ വിലപിടിപ്പുള്ള തേക്ക്, ഇതൊക്കെ ഉണ്ട് ഇവിടെ രൂപപ്പെട്ടു വന്നു. 687 പരം പായലുകളുണ്ടായി. പായൽ അതൊരു സസ്യമാണ്, പായൽ. അതിൽ നിന്നും തന്നെയാണ് ഈ ഓക്സിജൻ മറ്റു കാര്യങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നതിൻ്റെ പായലാണ്. കടൽപ്പായലിൽ നിന്നാണ് ലോകത്തിലേക്ക് ഏറ്റവും കൂടുതൽ ഓക്സിജൻ വമിക്കുന്ന സ്ഥലം കടൽപ്പായലുകൾ. അതുപോലെ തന്നെ നമ്മുടെ ഈ വെസ്റ്റേൺ ഗട്ടിലുള്ള പായലുകളൊക്കെ വളരെ പ്രകൃതിക്ക് വളരെ യോജ്യമായ രീതിയിൽ മാത്രമല്ല ഒരുപാട് സേവനങ്ങൾ ചെയ്യുന്ന ഒരിനം ചെടിയാണ് പായൽ. അതുപോലെ തന്നെ വർണ്ണലതാദികൾ, വർണ്ണപ്പൂക്കളുകൾ, അതുപോലെയുള്ള വർണ്ണലതാദികളായിട്ടുള്ള ഒക്കെ ഏകദേശം 280ഓളം ഉണ്ട് നമ്മുടെ വെസ്റ്റേൺ. വെറൈറ്റി ഉണ്ട്. 4000 അതെ, തരത്തിലുള്ളതാണ്. വിവിധ ഇനത്തിൽപ്പെട്ട 4000 വലിയ വൃക്ഷങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ അതിനേക്കാൾ വലിയ വൃക്ഷങ്ങളാണ് 645ഓളം ഇനം വൻ വൃക്ഷങ്ങളുണ്ടായിരുന്നു. അതിൽ വരുന്നതാണ് തേക്ക്, ഈട്ടി, എബണി, തേമ്പാവ്, മരുത്, അങ്ങനെയൊക്കെ തുടങ്ങിയിട്ടുള്ള ഒട്ടനവധി വൻ വൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. അതങ്ങനെ ആ കാലഘട്ടത്തിൽ രൂപപ്പെട്ടു വന്ന എന്താണ്, എത്രയോ വർഷങ്ങളെടുത്ത് രൂപപ്പെട്ടതാണ് ഈ പശ്ചിമഘട്ട മേഖലയിലെ ആ ഒരു ആവാസ വ്യവസ്ഥയെന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ 350 ഇനം ഉറുമ്പുകളുണ്ടായിരുന്നു. ഉറുമ്പുകൾ ഒരിനമല്ല, 350 ഇനം. അതുപോലെ തന്നെ 10,000-ൽ പരം പ്രാണികളുണ്ടായിരുന്നു. 10,000-ൽ പരം പ്രാണികളുണ്ടായിരുന്നു. 320-ലധികം ചിത്രശലഭങ്ങളുണ്ടായിരുന്നു. 500-ലധികം പക്ഷികളുണ്ടായിരുന്നു. 120-ലധികം സസ്തനികളുണ്ടായിരുന്നു. അതുപോലെ തന്നെ 174 തുമ്പികളുണ്ടായിരുന്നു. 269 പല ഉച്ചകളുണ്ടായിരുന്നു. 288 ഇനം മത്സ്യങ്ങൾ ആ കാലഘട്ടത്തിലാണ് രൂപപ്പെട്ടു വന്നത്. വെസ്റ്റേൺ ഗട്ട് പശ്ചിമഘട്ട മേഖലയിൽ നദികളിലുമൊക്കെ 288 ഇനം മത്സ്യങ്ങൾ ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെ ഒരു നിത്യഹരിത വനമായി തന്നെയാണ് അത് രൂപപ്പെട്ട് ഇങ്ങനെ അതിൻ്റെ ആവാസ വ്യവസ്ഥ നിലനിർത്തിക്കൊണ്ട് പോയിട്ടുള്ളത്. നിത്യഹരിത വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് അങ്ങനെ രൂപപ്പെട്ടു വന്നതാണ് ഈ പശ്ചിമഘട്ട മേഖലയിൽ നിന്ന്. അവിടെ ഇല്ലാത്തതായ ഒന്നും തന്നെ ഇല്ല. ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ അട്ടപ്പാടി മുതൽ കർണാടകം വരെയുള്ള ചില ഏരിയയിൽ ആ ഭാഗത്ത് നല്ല സ്വർണം ഡെപ്പോസിറ്റ് ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ സ്വർണത്തിൻ്റെ അതിനെ കണ്ടുകൊണ്ട് ഇപ്പോൾ ഓരോരുത്തർ ഈ എക്സ്ട്രാക്ട് ചെയ്യാൻ തുടങ്ങി, അത് ശേഖരിക്കാൻ വരെ തുടങ്ങിയിട്ടുണ്ട്. മണലെടുക്കുന്നത് പോലെയാണ് ഇപ്പോൾ ആ സ്വർണ്ണ അയിരുകൾ ഒക്കെ എടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു. ഇവിടെ തന്നെ കേരളത്തിൽ ചൊക്കമ്പട്ടി ഡാം, നെയ്യാർ ഭാഗത്തിൻ്റെ അപ്പുറം കര ചൊക്കമ്പട്ടി, ആ ഡാമിൻ്റെ തീരത്തുള്ള മലകൾ തുരന്നെടുത്തിട്ട് അതിൻ്റെ മണലെടുത്ത് കൊണ്ടുപോകുന്നു. അതിൽ തീർച്ചയായിട്ടും സംശയങ്ങൾ ഉളവാക്കേണ്ടതായിട്ടുണ്ട്. സർക്കാരിന് അങ്ങനെ സംശയങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. എന്നാൽ തന്നെയും അത് സ്വർണ്ണ അയിരുകളും മറ്റുള്ള ചെമ്പ അയിരുകളും അങ്ങനെയൊക്കെയുള്ള വിലപിടിപ്പുള്ള വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങളാണ് അതിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനെയാണ് ഇപ്പോൾ എക്സ്ട്രാക്ട് ചെയ്തുകൊണ്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ പകുതിയോളം എക്സ്ട്രാക്ട് ചെയ്തതിന് ശേഷമായിരിക്കും ഗവൺമെൻറ്റിൻ്റെ ശ്രദ്ധയിൽപ്പെടുന്നതും അതിനെക്കുറിച്ചുള്ള ഒരു പ്രിക്കോഷൻ എടുക്കുന്നത് അത്തരത്തിലായിരിക്കും. ഇന്നും ഇപ്പം തന്നെ പരിശോധിച്ചാൽ ഈ പറയുന്ന ഇപ്പം ചൊക്കമ്പട്ടി ഡാമിൻ്റെ തീരത്ത് ആ പെരിഫറിയിൽ പോയി കഴിഞ്ഞാൽ
അവിടെ ഉള്ള മലകൾ ഇടിച്ച് നിരത്തി അവിടെ വേറെയൊക്കെ രീതിയിൽ രൂപപ്പെടുത്തിയെടുക്കുന്നു. ഒന്നുകിൽ ക്ഷേത്രങ്ങളാക്കി മാറ്റുന്നു, അല്ലെങ്കിൽ തമിഴ്നാട് ചൊക്കമ്പട്ടിയിൽ നിന്നാണ് മുല്ലപ്പെരിയാർ ഉത്ഭവിക്കുന്നത്. മുല്ലയാർ ഉത്ഭവിക്കുന്ന സ്ഥലം ചൊക്കമ്പട്ടിയിലാണ്. അത് അവിടെ നിന്ന് ഉത്ഭവിച്ചിട്ട് പടിഞ്ഞാറോട്ട് ഒഴുകുന്നു. ഇവിടെ ഉള്ളത് ഞാൻ പറഞ്ഞതുപോലെ ചൊക്കമ്പട്ടി ഡാം എന്ന് വെച്ചാൽ അവിടെ ഒരു വെള്ള സാധ്യതകളില്ലാത്ത ഒരു പ്രദേശമാണ്. ആ വെള്ളം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ അച്ചൻകോവിൽ ആറ്റിൽ വരാനുള്ള വെള്ളം ഗതി തിരിച്ചു വിട്ടിട്ടാണ്, തേവർമലയിൽ നിന്നും ഗതി തിരിച്ചു വിട്ടാണ് ചൊക്കമ്പട്ടി ഡാം രൂപപ്പെടുത്തിയിരിക്കുന്നത്. അവിടുത്തെ ഡാമിൻ്റെ വെള്ളത്തിൻ്റെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അച്ചൻകോവിലേക്ക് ഒഴുകാനുള്ള വെള്ളമാണ് ഈ രീതിയിലേക്ക് 1 കിലോമീറ്ററോളം തോടുകൾ ചാലുകൾ കയറി അതിലൂടെയാണ് ഈ ഡാമിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ തന്നെ മേക്കര എന്ന് പറഞ്ഞ സ്ഥലം അച്ചൻകോവിലിൻ്റെ ഇപ്പുറമുള്ളതാണ് മേക്കര. കോട്ടവാസൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് വരുന്ന ചെങ്കോട്ടയ്ക്ക് മുകളിലുള്ള സ്ഥലമാണ് ഞാൻ ഈ പറഞ്ഞത്. അവിടെ മേക്കര ഡാം പണിഞ്ഞിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഈ ഡാമിൻ്റെ ഇതും കേരളത്തിലുള്ള വെള്ളമാണ്. ഇതുപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ പാറായി എസ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു എസ്റ്റേറ്റ് ഉണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ മുകളിൽ നല്ല ഒരു നിലം പോലെയുള്ള ഒരു കൺസർവേറ്റിംഗ് ഏരിയ ഉണ്ട്. ജലം സംഭരിക്കുന്ന പ്രകൃതിദത്തമായി ഉണ്ടായ ഒരു വലിയ നിലമുണ്ട് അവിടെ. ഏക്കർ കണക്കിനെന്ന് പറയാൻ പറ്റത്തില്ല, ഹെക്ടർ കണക്കിനും അങ്ങ് കിടക്കുകയാണ്, കണത്താ ദൂരത്ത് കിടക്കുന്ന ഒരു പ്രദേശം. അവിടെയൊക്കെ ചെറിയ ചെറിയ ബ്രീത്തിങ് റൂട്ട്സ് ആയിട്ടുള്ള മരങ്ങൾ അവിടെ ഉണ്ട്. ആ മരങ്ങളിൻ്റെ ഇടയിലൂടെ സ്റ്റോക്ക് ചെയ്തിട്ടുള്ള വെള്ളം ചാല് കീറി പാറായി എസ്റ്റേറ്റിൻ്റെ അടുത്തുകൂടി തന്നെ ഒഴുക്കി വിട്ട് അവിടെ നേരത്തെ ഒരു ചെറിയൊരു സ്ട്രീം ഉണ്ടായിരുന്നു. ആ സ്ട്രീമിലേക്ക് കടത്തിവിട്ട് അത് ഒഴുകി ഈ മേഖലയിലേക്ക് വരുന്നു. ആ മേഖലയിലാണ് ഡാം പണിഞ്ഞിരിക്കുന്നത്. നേരത്തെ അത് ഒഴുകി പോകുന്നതായിരുന്നു. അപ്പോൾ അത് ഡാം കെട്ടി അടച്ചപ്പോഴേക്കും അതൊരു വലിയ ഒരു വെള്ളം നന്നായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു പ്രദേശമായി മാറി, ഒരു ഡാമായി മാറി, നല്ലൊരു ഡാമായിട്ട് അത് രൂപാന്തരപ്പെട്ടു. അതുപോലെ തന്നെ ഈ നെയ്യാറിൻ്റെ മറ്റ് അങ്ങോട്ട് തമിഴ്നാട് വേറൊരു ഭാഗമുണ്ട്. പിന്നെ കളക്കാട് മുണ്ടന്തറൈ സാഞ്ചുറി ഉണ്ട് തമിഴ്നാട്. കളക്കാട് മുണ്ടന്തറൈ സാഞ്ചുറി അത് പറയാൻ പറ്റുള്ളൂ. നെയ്യാർ മലയുടെ അക്കരക്കരയാണ്. ആ കളക്കാട് മുണ്ടന്തറൈ സാഞ്ചുറിയിലേക്ക് വെള്ളം അവിടുത്തെ വെള്ളത്തിൻ്റെ വാട്ടറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് കേരളത്തിൽ നിന്നുള്ള വെള്ളമാണ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്. കളക്കാട് ആ ഭാഗത്ത് അവിടെ തനതായിട്ട് വെള്ളമുണ്ട്. സാഞ്ചുറി ആയതുകൊണ്ട് അവിടെ വെള്ളം ജല സ്റ്റോക്ക് എങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ വെള്ളം ഇവിടുന്ന് ഈ രീതിയിൽ അൺആതറൈസ്ഡായിട്ട് അവർ കടത്തിക്കൊണ്ടു പോകുന്ന ജലസ്രോതസ്സുകളാണ്. ഇതൊക്കെയുണ്ട്. അത് തന്നെ വടക്കൻ മലബാറിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പരിശോധിക്കപ്പെട്ട കോഴിക്കോട്, അത് പിന്നെ കർണാടകത്തിൻ്റെ ആ ഭാഗം വരുമ്പോഴേക്കും അത് വേണ്ടാന്ന് വെച്ചാൽ കർണാടകത്തിൽ ഇപ്പോൾ വെള്ളത്തിന് വലിയ ക്ഷാമമൊന്നുമില്ല, കേരളം പോലെയൊക്കെ സ്റ്റോക്കൊക്കെ ഉണ്ട്. എന്നാലും അവർ ചെയ്യില്ല. തമിഴ്നാട്ടുകാർ ശരിക്കും കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അൺആതറൈസ്ഡ് ആയിട്ടുള്ള ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം ഇവിടുന്ന് കടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. അത് കണ്ടില്ല എന്ന് പറയുന്നത് കാണാതെ കാണുന്നില്ല എന്ന് മാത്രമേ ഇത് ഈ അവസരത്തിൽ പറയാൻ പറ്റുള്ളൂ. കാരണം ഇതിൽ നിന്ന് ബന്ധപ്പെട്ടതായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്. അവരൊക്കെ ആരും ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമേ അല്ല. കാരണം അവർ ഡ്യൂട്ടി ചെയ്യുന്നു, പോകുന്നു, അവരവരുടേതായ ഡ്യൂട്ടി പൂർത്തിയാക്കി പോകുന്നു. അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടാകാത്ത രീതിയിൽ അവരെ തന്നെ സംരക്ഷിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥന്മാരെ ഡ്യൂട്ടികൾ ചെയ്യാറുള്ളത്. കാരണം അതേ പറ്റൂ. അതെ, അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പം ഈ പറയുന്ന ഇതിൽ ശുദ്ധജലമായിട്ടുള്ള ചതിപ്പുകളുണ്ട്. അതുപോലെ തന്നെ വാല്യുബിളായിട്ടുള്ള കണ്ടൽക്കാടുകൾ, അതുപോലെ തന്നെ എത്രയോ വിലമതിക്കാനാവാത്ത സ്രോതസ്സുകളാണ് നമ്മുടെ വെസ്റ്റേൺ ഘട്ടിൽ പശ്ചിമഘട്ട മേഖലയിലുള്ളത്. അതിനെയൊക്കെ തകിടം മറിക്കുന്ന രീതിയിലുള്ള ഖനനം, പാറക്കൂറികൾ. ഇപ്പോൾ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ഈ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് നിന്നും ഫ്ലൈറ്റ് പൊങ്ങിക്കഴിഞ്ഞാൽ കുറേ ഓടുന്നത് വരെ 100 കണക്കിന് ഈ പാറക്കോറികളാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 5000-ലധികം പാറക്കോറികൾ നമ്മുടെ കേരളത്തിലുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. ഏതോ 500-ഓ 450-ഓ ഇതിൽ മാത്രമേ യഥാർത്ഥത്തിൽ അതിന് പിന്നെ ലൈസൻസ് കൊടുത്തിട്ടുള്ളത് 500-ന് താഴെയാണ്. ആ ഒരു അവസ്ഥയാണ് ഇവിടെ നിലനിൽക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ ഇത് സംരക്ഷിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ പൊതുജനം ഇതിനൊരു ബോധവാന്മാരായിരിക്കണം. ബോധവൽക്കരണം നടത്തി അവരിലൂടെ ഒരു അവയർനെസ് ജനങ്ങൾക്ക് കൊടുത്താൽ മാത്രമേ ഇതിൽ നിന്നും ഒരു പരിഹാരം ഉണ്ടാക്കാൻ സാധ്യമാകും. ഈവൻ നമ്മുടെ വനത്തെ സംബന്ധിച്ച് ഞാൻ പറയാം, 9400 സ്ക്വയർ കിലോമീറ്ററാണ് യഥാർത്ഥത്തിൽ വനം ഉള്ളതെങ്കിൽ അത്രയും തന്നെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് നമ്മുടെ ടോട്ടൽ ഏരിയയുടെ 38,653 സ്ക്വയർ കിലോമീറ്ററാണ് നമ്മുടെ കേരളത്തിൻ്റെ മൊത്തമായിട്ടുള്ള വിസ്തൃതിയിൽ. അതിൽ ആദ്യകാലങ്ങളിൽ 9400 സ്ക്വയർ കിലോമീറ്റർ വനമേ ഉള്ളൂ എന്നാണ് പറയപ്പെട്ടത്. അത്ര ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെ. പക്ഷേ ഇപ്പോൾ പറയുന്നത് 13,888 സ്ക്വയർ കിലോമീറ്റർ വനം ഇപ്പോൾ നിലവിലുണ്ട് എന്നാണ്. അതായത് കേരളത്തിൻ്റെ വിസ്തൃതിയുടെ 28% വനം ഇവിടെ സ്റ്റോക്ക് ഉണ്ട് എന്ന് പറയുന്നു. ഇടക്കാലം കൊണ്ട് വനം കൂടിയെന്നാണ് വനം വകുപ്പിൻ്റെ സർവേയിൽ പറയുന്നൊരു വസ്തുത. ചിലപ്പോൾ അത്
അവർ പറയുന്നത് മറ്റൊന്നും ആയിരിക്കത്തില്ല. ഫോറസ്റ്റ് സർവേ ഓഫ് ഇന്ത്യയുടെ കണക്കനുസരിച്ച് ഞാൻ ഈ നേരത്തെ പറയുന്നതാണ് ശരി. ഇത് സാറ്റലൈറ്റ് സർവേയിൽ വരുമ്പോൾ ഈ തെങ്ങും തോപ്പും ഫോറസ്റ്റായിട്ട് രൂപാന്തരപ്പെടും. അതുപോലെ തന്നെ പ്ലാന്റേഷൻസ് എല്ലാം ഇതുപോലെ ഫോറസ്റ്റായിട്ട് രൂപാന്തരപ്പെടും. എല്ലാം പച്ചയായിട്ടാണല്ലോ പിന്നെ അന്തരീക്ഷ സർവേയിൽ കാണുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കണക്ക് രൂപപ്പെടുത്തിയതായിരിക്കാനാണ് സാധ്യതയെന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. 9400 സ്ക്വയർ കിലോമീറ്റർ വനം ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ട ആ കാലഘട്ടത്തിൽ കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു സർവേയിൽ ടോട്ടൽ യഥാർത്ഥത്തിൽ ഒരു എവർഗ്രീൻ ഫോറസ്റ്റ്, വെറ്റ് എവർഗ്രീൻ, സെമി എവർഗ്രീൻ, ഡെസിഡ്യൂസ് ഇത്രയും വനമേഖല യഥാർത്ഥത്തിൽ 2457 സ്ക്വയർ കിലോമീറ്റർ വനം മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്ന് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് 1982 ഒരു സർവേയിൽ അതിൽ പറയുന്നുണ്ട്. അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം. അതുപോലെ ഈ ഗാഡ്ഗിൽ റിപ്പോർട്ട്, മാധവ ഗാഡ്ഗിൽ എത്രയോ നാളുകൾ കൊണ്ട് പ്രയത്നിച്ച് രൂപപ്പെടുത്തിയെടുത്ത ഒരു റിപ്പോർട്ടാണിത്. ഈ റിപ്പോർട്ട് എന്ന് വെച്ചാൽ മാധവ ഗാഡ്ഗിൽ റിപ്പോർട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, പരിശോധിക്കപ്പെടുകയാണെങ്കിൽ ഇത്രയും ബൃഹത്തായ ഒരു റിപ്പോർട്ട് ഈ അടുത്ത കാലത്തെങ്ങും നമ്മുടെ ഇന്ത്യയിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പശ്ചിമഘട്ടത്തെക്കുറിച്ച് എത്രത്തോളം ഗാഠമായി പഠിച്ചതിന് ശേഷമാണ് പ്രൊഫസർ അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയത് എന്ന് നമുക്ക് വിലയിരുത്തേണ്ടതായിട്ടുണ്ട്. ഓരോ 25 കോടി ജനങ്ങളാണ് ഇവിടെ ഈ പശ്ചിമഘട്ട മേഖലയുടെ പ്രാന്തപ്രദേശങ്ങളിൽ അധിവസിക്കുന്നത്. 25 കോടി ജനങ്ങൾ, ഒന്നും രണ്ടുമല്ല. ഇതിനെ ഈ പശ്ചിമഘട്ട മേഖലയിലെ ടോട്ടലി എടുത്തതിന് ശേഷം 9.9 സ്ക്വയർ കിലോമീറ്റർ വീതമുള്ള സ്ക്വയറുകളാക്കി തരം തിരിച്ച് 2020 സ്ക്വയറുകളാക്കി തിരിച്ചുകൊണ്ട് ആ സ്ക്വയറിനുള്ളിൽ പഠനം നടത്തേണ്ടത് എങ്ങനെയാണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള പഞ്ചായത്തുകൾ, മുനിസിപ്പാലിറ്റികൾ, അതുപോലെ ഉള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി കൂടിച്ചേർന്നുകൊണ്ട് അവരുടെ സഹകരണത്തോടു കൂടി ഇതിന് പഠനം നടത്തുക. അത് എവരി ന്യൂക്കൺ കോണ്ടർ, ചെറിയ ജീവി മുതൽ മനുഷ്യൻ്റെ ഇടപെടലിൽ മനുഷ്യൻ എത്ര സ്റ്റോക്കുണ്ട്, എത്ര താമസമുണ്ട്, അതിൽ കൺസർവ് ചെയ്യേണ്ടതായ വസ്തുത ഏതാ, കൺസർവ് ചെയ്യേണ്ടാത്ത കാര്യങ്ങൾ ഏതാ എന്നിവയെക്കുറിച്ചൊക്കെ വളരെ ഡീപ്പായി പഠിച്ചതിന് ശേഷം ആണ് സോൺ 1, സോൺ 2, സോൺ 3 എന്നുള്ള ആ ഒരു കാറ്റഗറിയിലേക്ക് ഒരു ടൈം ടേബിൾ തയ്യാറാക്കി അതിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് അതിൽ എത്രയൊക്കെയാണ് പോയിന്റുകൾ കിട്ടിയിട്ടുള്ളത്, ആ ഒരു നിശ്ചിത പോയിന്റിന്റെ അടിസ്ഥാനത്തിൽ അതീവമായി സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലങ്ങളെക്കുറിച്ചൊരു ബോധ്യം ഉണ്ടാവും. അത് അതീവമായി സംരക്ഷിക്കുക, അത്ര അതീവം അല്ലാതെ സംരക്ഷിക്കപ്പെടേണ്ട സംഗതി ഉണ്ടാവും. പിന്നെ ടൂറിസമായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താം എന്ന വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യേണ്ട വസ്തുതകളുണ്ടാകും. അത്ര ട്രാൻസ്പെറൻസിയോട് കൂടിയിട്ടാണ് പ്രൊഫസർ മുഹമ്മദ് ഗാഡ്ഗിൽ ഈ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. അത് മോശമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും സ്വാമിനാഥൻ റിപ്പോർട്ട് വന്നിട്ടുണ്ടാ. മുഹമ്മദ് ഗാഡ്ഗിൽ പറഞ്ഞിട്ടുള്ളതിന് ഒരു നെല്ലട പോലും വ്യത്യാസപ്പെടുത്താതെ ചില ഐഡിയകൾ മാത്രം, ചില ആശയങ്ങൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സ്ഥാപിച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്തു. ഒരു വ്യത്യാസവും യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇതൊന്നും നടപ്പിലാക്കേണ്ടവർ വിമുഖത കാണിക്കുന്നു എന്നുള്ള ഒരു പരാതി മാത്രം നമുക്ക് പറയാനുള്ളൂ. കാരണം എന്താണ് അവരുടെ കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കറിയുന്നില്ല. ഇത്രയും പോസിറ്റീവായിട്ട് ഇത്രയും നല്ല ഒരു റിപ്പോർട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ, ഇത് നടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ കേരളത്തിൻ്റെ കാലാവസ്ഥ ഈ പറയുന്ന രീതിയിലുള്ള ഭീകരമായൊരു കാലാവസ്ഥ ഉണ്ടാവില്ല. ഇപ്പം തന്നെ നോക്കൂ, തീരപ്രദേശത്തെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കടൽ ശരിക്കും ചൂടുപിടിച്ചു, ക്രമാതീതമായി ചൂടുപിടിച്ച് കഴിയുമ്പോൾ അവിടെ ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടു വരും. 350-400 കിലോമീറ്റർ സ്പീഡിൽ കൊടുങ്കാറ്റടിക്കാൻ പോവുകയാണ് അവിടെ. കടലിൻ്റെ ആ ചൂട് പിടിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ കടൽ ചൂടായതിൻ്റെ ഡെൻസിറ്റി കൂടുകയും അത് കൊടുങ്കാറ്റായി രൂപാന്തരപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥ സംജാതമായിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് അതിൻ്റെതായ ഒരു അവസ്ഥ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് പരിസ്ഥിതി പ്രവർത്തകരും ഇവിടുത്തെ സമാനമായി ചിന്തിക്കുന്ന പ്രവർത്തകരും തീർച്ചയായും ഈ ഒരു മേഖലയിലേക്ക് ചിന്തിക്കണമെന്നും അതിൻ്റെ ചിന്തയിലും അവരുടെ പഠനത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള കാര്യങ്ങൾ രൂപപ്പെടുത്തിയെടുക്കുന്ന ആധികാരികമായ രേഖകൾ
കാര്യകാരണ സഹിതം വിവരിച്ചുകൊണ്ടുള്ള രേഖകൾ ബന്ധപ്പെട്ടവരെ ഉണർത്തുന്നതിന് വേണ്ടി സബ്മിറ്റ് ചെയ്യണമെന്നും ഞാൻ ഈ അവസരത്തിൽ അപേക്ഷിക്കുകയാണ്. അത് നമ്മുടെ നാടിൻ്റെ ഒരു ആവശ്യമാണ്, നമ്മളുടെ ജനത്തിൻ്റെ ആവശ്യമാണ്, നമ്മുടെ അനിമൽസിൻ്റെ ആവശ്യമാണ്, നമ്മുടെ ജീവജാലങ്ങളുടെ എല്ലാത്തിൻ്റെയും ഒരു ആവശ്യമാണ്. ഇനി ഈ ഒരു തലമുറയ്ക്ക് നമ്മുടെ ഒരു കവി പാടിയതുപോലെ മനുഷ്യൻ്റെ വാസം ഇനി സാധ്യമാണോ, അല്ലെങ്കിൽ മൃഗങ്ങളുടെ വാസം ഇനി സാധ്യമാണോ എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. വയനാട് ഇത്രയും ദുരന്തങ്ങൾ നടന്നു, ഇത്രയധികം ആൾക്കാരുടെ കാഷ്വാലിറ്റി ഉണ്ടായി. പക്ഷെ ഒരു മൃഗത്തിനെ പോലും, ഒരു വൈൽഡ് ആനിമൽസ് പോലും മരണപ്പെട്ടിട്ടില്ല എന്നുള്ളത് നമ്മൾ ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട്. അത് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ആ വൈൽഡ് ആനിമൽസിൻ്റെ ദീർഘവീക്ഷണം എത്രയുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ ജീവിത ശൈലിയെങ്കിലും നമ്മളത് കണ്ടുപഠിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ള കാര്യങ്ങൾ.